ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എക്സാമിനേഷനിലെ നാഷണൽ ടാലന്റ് സെർച്ച് സ്കോളർഷിപ്പ് എക്സാമിനേഷനിലെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഈ എക്സാമിനെ പറ്റിയുള്ള ബ്രീഫായിട്ട് നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ തന്നിട്ടുണ്ട്. നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഈ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു നല്ലൊരു ബേസ് ഉണ്ടാക്കി കൊടുക്കുക. അവർ എക്സാമിന് പോകുമ്പോൾ നല്ല രീതിയിൽ ഈസി ആയിട്ട് ആൻസറുകൾ ചെയ്യാനായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ എങ്ങനെ നിങ്ങളെ ഒന്ന് ഒക്കുപ്പൈ ചെയ്യുക. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടും ശ്രമിക്കാം. സോ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള ചോദ്യം ഡിസ്കസ് ചെയ്യുന്നു. ദ ലെന്ത് ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ വാട്ടർ ടാങ്ക് ഈസ് 1 meter each. How many liters of water it can hold? That means in a water tank of having the length and breadth and height of water tank is 1 meter each. ഒരു ടാങ്കിന്റെ നീളവും വീതിയും ഉയരവും 1 മീറ്റർ വീതമാണ്. ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ടാങ്ക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അതിന് ക്യൂബോയിഡൽ ഫോം അല്ലെ ക്യൂബിന്റെ ഫോമിൽ നമ്മൾ അസ്യൂം ചെയ്താൽ, ഒരു ക്യൂബിന്റെ ഫോമിൽ അസ്യൂം ചെയ്യുവാണെങ്കിൽ അതിന്റെ ബേസ് ലെന്തും ബ്രെഡ്ത്തും എന്ന് പറയുന്നത് ഒരു മീറ്റർ വെച്ചിട്ടാണ്. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്യൂബിന്റെ വോളിയം എന്ന് പറയുന്നത് എന്താ? ക്യൂബിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ ലെന്ത് ഗുണം ബ്രെഡ്ത്ത് ഗുണം ഹൈറ്റ് ആണ്. നീളം ഗുണം വീതി ഗുണം ഉയരം. അപ്പൊ 1 × 1 × 1 എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഈ മീറ്റർ ക്യൂബും ലിറ്ററുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ, 1 സെന്റിമീറ്റർ നീളവും 1 സെന്റിമീറ്റർ വീതിയും 1 സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു ക്യൂബിന്റെ വോളിയം എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ക്യൂബാണ്. ഇതേപോലെ 10 സെന്റിമീറ്റർ നീളവും 10 സെന്റിമീറ്റർ വീതിയും 10 സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു ക്യൂബിന്റെ വോളിയം എന്ന് പറയുന്നത് 10 × 10 × 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 സെന്റിമീറ്റർ ക്യൂബാണ്. ഈ 1000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നതാണ് 1 ലിറ്റർ. 1000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നതാണ് 1 ലിറ്റർ. അതായത് 10 സെന്റിമീറ്റർ നീളവും 10 സെന്റിമീറ്റർ വീതിയും 10 സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു ക്യൂബിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവാണ് 1 ലിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ സെന്റിമീറ്ററും മീറ്ററും തമ്മിലുള്ള ബന്ധം നോക്കുവാണെങ്കിൽ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ. 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 1 മീറ്റർ × 1 മീറ്റർ × 1 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് എഴുതി നമുക്ക് എന്ത് കിട്ടും? 100 സെന്റിമീറ്റർ × 100 സെന്റിമീറ്റർ × 100 സെന്റിമീറ്റർ × 100 സെന്റിമീറ്റർ എന്ന് എഴുതാൻ പറ്റും. ഇപ്പൊ എന്ത് വരും? 100 × 100 × 100. അപ്പൊ 1 ഇട്ടിട്ട് 6 0 വരും. സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അപ്പം ഇത്രയും സെന്റിമീറ്റർ ക്യൂബാണ് 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. 1000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നതാണ് 1 ലിറ്റർ എങ്കിൽ അപ്പൊ എത്ര ലിറ്റർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന മീറ്റർ ക്യൂബിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യും 3 ക്യാൻസൽ ആയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1000 ലിറ്റർ എന്ന് കിട്ടി. അപ്പൊ എന്താണ് 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്? 1000 ലിറ്റർ. അപ്പൊ 1 മീറ്റർ ക്യൂബിനകത്ത് എത്ര ലിറ്റർ വെള്ളം കൊള്ളും? 1000 ലിറ്റർ വെള്ളം കൊള്ളും. ഇതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഹൗ മെനി 3-digit number can be formed by using the digits 260 without repetition? 2, 6, 0 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം? അക്കങ്ങൾ ആവർത്തിക്കാതെ. അപ്പൊ 3 അക്ക സംഖ്യയാണ് 3-digit നമ്പർ. അപ്പൊ ഇവിടെ ഓരോ പ്ലേസിലും ഏതൊക്കെ നമ്പർ വരാൻ പറ്റും നോക്കിയാൽ മതി. നമ്മളിപ്പോ ഇവിടെ നോക്കിയാൽ ഇതെന്ന് പറഞ്ഞ 3 അക്ക സംഖ്യയുടെ ആദ്യമാണ്. ഇവിടെ 2 വരാം, 6 വരാം. ഇവിടെ 0 വരാൻ പറ്റില്ല. കാരണം ഇവിടെ 0 വന്നു കഴിഞ്ഞാൽ ബാക്കി 2 നമ്പർ ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ അത് 3 അക്ക സംഖ്യയ്ക്ക് പകരം അത് 2 അക്ക സംഖ്യയായി മാറും. അപ്പൊ ആദ്യത്തെ ഡിജിറ്റ് 2 ആണെങ്കിൽ രണ്ടാമത്തെ ഡിജിറ്റ് 6 വരാം, മൂന്നാമത്തെ ഡിജിറ്റ് 0 വരാം. റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഡിജിറ്റ് 2 ആണെങ്കിൽ രണ്ടാമത്തെ ഡിജിറ്റ് 0 വരാം, മൂന്നാമത്തെ ഡിജിറ്റ് 6 വരാം. ആദ്യത്തെ ഡിജിറ്റ് 6 ആണെങ്കിൽ രണ്ടാമത്തെ ഡിജിറ്റ് 2 വരാം, മൂന്നാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് നേരെ തിരിച്ച് തേർഡ് ഡിജിറ്റ് 0 വരാം. 6 വരാം, 0 വരാം, 2 വരാം. അങ്ങനെ എത്ര പോസിബിലിറ്റി ഉണ്ട്? 4 പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം? 4 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം. അപ്പൊ ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം, ഇഫ് ദ ഫസ്റ്റ് ഡേ ഓഫ് എ ലീപ് ഇയർ ഈസ് സൺഡേ, വാട്ട് വിൽ ബി ദ ലാസ്റ്റ് ഡേ ഓഫ് ദി ഇയർ? ഒരു അതിവർഷത്തിലെ ആദ്യത്തെ ദിവസം ഞായറാഴ്ചയാണെങ്കിൽ ആ വർഷത്തിലെ അവസാനത്തെ ദിവസം എന്തായിരിക്കും? നമുക്കറിയാം, നമ്മളൊരു ലീപ് ഇയർ നോക്കുവാണെങ്കിൽ ലീപ് ഇയറിൽ മൊത്തം 366 ദിവസമുണ്ട്. 366 ദിവസമുണ്ട്. ഒരു വർഷം കംപ്ലീറ്റ് ഒരു വർഷം എന്ന് പറയുന്നത് 366 ദിവസമാണ് ലീപ് ഇയറിനെ സംബന്ധിച്ചിടത്തോളം. ഒരു വീക്കിനെ സംബന്ധിച്ച് വീക്ക് എന്ന് പറയുന്നത് 7 ദിവസം. അതായത് ഒരു സൺഡേ മാറി അടുത്ത സൺഡേ വരുന്നത് 7 ദിവസത്തിന് ശേഷം. അതോടെ പറയാം
ഒരു വീക്ക് 7 ദിവസം ആയതുകൊണ്ട് ഒരു സൺഡേ മാറി നെക്സ്റ്റ് സൺഡേ വരാൻ വേണ്ടി 7 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ 366 വെച്ച് നമ്മൾ കൺസിഡർ ചെയ്താൽ 366 ഫസ്റ്റ് ജനുവരി 1 എന്ന് പറയുന്നത് ഒരു സൺഡേ ആണെങ്കിൽ, ജനുവരി 1 എന്ന് പറയുന്ന ഒരു സൺഡേ ആണ് എങ്കിൽ ഇത് ഡിവൈഡഡ് ബൈ 7 ചെയ്താൽ, ഡിവൈഡ് ബൈ 7, 7 5 35 7 35 1 16 7 2 14 ശിഷ്ടം 2. അതായത് ഇതിനകത്ത് 364 എന്ന് പറയും. കാരണം ശിഷ്ടം 2 ആണെങ്കിൽ 364 ദിവസം എന്ന് പറയുന്നത് വീക്ക് അനുസരിച്ച് കംപ്ലീറ്റ് ആയി പോകും. പിന്നെ എക്സ്ട്രാ എന്തുണ്ട്, 2 റിമൈൻഡർ ആണ് കിട്ടുക. ഇങ്ങനെ കിട്ടുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ജനുവരിയിൽ 1-ാം തീയതി എന്ന് പറയുന്നത് ഞായറാഴ്ചയാണെങ്കിൽ, ജനുവരി 1-ാം തീയതി ഞായറാഴ്ചയാണ് എങ്കിൽ 2 ശിഷ്ടം എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെടുന്ന നെക്സ്റ്റ് ഇയറിലെ ജനുവരി 1 എന്ന് പറയുന്നത്, നെക്സ്റ്റ് ഇയറിലെ ജനുവരി 1 എന്ന് പറയുന്നത് സൺഡേയോട് കൂടി പിന്നീട് വരുന്ന 2 ദിവസം കൂട്ടുന്നതായിരിക്കും. ഇപ്പൊ എന്ത് വരും, മൺഡേ ട്യൂസ്ഡേ. അപ്പൊ നെക്സ്റ്റ് ഇയറിലെ ജനുവരി 1 എന്ന് പറയുന്നത് ട്യൂസ്ഡേ ആയിരിക്കും, അല്ലെങ്കിൽ ചൊവ്വാഴ്ച ആയിരിക്കും. നെക്സ്റ്റ് ഇയറിലെ ജനുവരി 1 എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ആയിരിക്കും. ഓക്കെ, ഫൈൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആ വർഷത്തിലെ അവസാനത്തെ ദിവസം എന്തായിരിക്കും, അതായത് ഡിസംബർ 31. ഡിസംബർ 31 എന്ന് പറയുമ്പോൾ അന്നേരം അത് മൺഡേ ആയിരിക്കും. കാരണം ജനുവരി 1 ട്യൂസ്ഡേ ആണെങ്കിൽ ഡിസംബർ 31 എന്ത് സംഭവിക്കും, മൺഡേ ആയിരിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു അതിവർഷത്തെ സംബന്ധിച്ചിടത്തോളം 366 ദിവസമുണ്ട്. ഒരു ഡേ നെക്സ്റ്റ് വീക്ക് റിപ്പീറ്റ് ആയി വരണമെങ്കിൽ 7 ദിവസത്തിന് ശേഷമാണ്. അങ്ങനെയാണെങ്കിൽ 366 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 52 2 എന്ന് പറയുന്ന ശിഷ്ടം വരും. അതായത് ഒന്നാമത് ജനുവരി 1 എന്ന് പറയുന്നത് സൺഡേ ആണെങ്കിൽ നെക്സ്റ്റ് ഇയറിലെ ജനുവരി 1 എന്ന് പറയുന്നത് മൺഡേ ട്യൂസ്ഡേ ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, കഴിഞ്ഞ വർഷത്തെ അവസാനത്തെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ അവസാനത്തെ ദിവസം എന്തായിരിക്കും, മൺഡേ ആയിരിക്കും. ഇങ്ങനെയാണ്. അപ്പൊ തിങ്കളാഴ്ചയാണ് അതിന്റെ ഉത്തരവെന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഫൈൻ. അടുത്ത ചോദ്യം, നമുക്കൊരു a square is divided into 2 rectangles. Perimeter of the square is 50 centimeter. What is the sum of the perimeters of the 2 rectangles? ഒരു സമചതുരത്തെ 2 ചതുരമായി ഭാഗിച്ചിരിക്കുന്നു. സമചതുരത്തിന്റെ ചുറ്റളവ് 50 സെന്റിമീറ്റർ ആയാൽ സമചതുരത്തിന്റെ ചുറ്റളവ് ആയാൽ ചതുരങ്ങളുടെ ചുറ്റളവുകളുടെ തുക എത്ര? ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിപ്പോൾ ഇങ്ങോട്ടേക്ക് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നമുക്കൊരു സമചതുരമുണ്ട്, അതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ ആണ്. എന്താണ് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ? 4a ആണ്. അത് 50 ആണ് എങ്കിൽ ഒരു സൈഡിന്റെ നീളം എന്ന് പറയുന്നത് 50 ഡിവൈഡ് ബൈ 4, അതായത് 12.5 ആയിരിക്കും. സോ നമുക്ക് എന്താണ്, ഒരു സൈഡിന്റെ നീളം 12.5 ആണ് എന്ന് കിട്ടി. ഒരു സൈഡിന്റെ നീളം 12.5 ആണ് എന്ന് കിട്ടി. 12. ഓക്കെ, ഫൈൻ. ഇതിനെ നമ്മൾ 2 സ്ക്വയറുകളായിട്ട് രണ്ട് റെക്ടാംഗിളുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അന്നേരം ഇപ്പൊ നമുക്ക് ഇതിൽ എന്തെങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് അറിയത്തില്ല. അപ്പൊ ഇതിനെ നമ്മൾ എക്സ് ആയിട്ട് അസ്യൂം ചെയ്യുവാണെങ്കിൽ ഇതെന്ന് പറയുന്നത് 12.5 മൈനസ് എക്സ് ആയിരിക്കും. കറക്റ്റ്. ഇത് നമുക്കറിയാം ഓൾറെഡി അത് 12.5 തന്നെയാണ്, കാരണം അത് സമചതുരത്തിന്റെ ഭാഗമാണ്. ഇതും 12.5 തന്നെയാണ്. ഓക്കെ, ഇത് എത്രയാണ്? ഇത് എക്സ് ആണ്. ഇതെന്ന് പറയുന്നത് 12.5 മൈനസ് എക്സ് ആണ്. അപ്പൊ നമ്മളിത് കൂട്ടിയെടുക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഫോർ എക്സാമ്പിൾ നമ്മൾ ആക്കിയ 2 ചതുരങ്ങളിലെ വലിയ ട്രയാങ്കിൾ നോക്കിയാൽ അതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇതിന്റെ പെരിമീറ്റർ 1 എന്നും ഇതിന്റെ പെരിമീറ്റർ 2 എന്നും കൺസിഡർ ചെയ്താൽ പെരിമീറ്റർ 1 എത്ര കിട്ടും? സൈഡുകളുടെ ലെന്ത് കൂട്ടിയാൽ മതി. 12.5 പ്ലസ് 12.5 12.5 മൈനസ് എക്സ് 12.5 മൈനസ് എക്സ്. അപ്പൊ എന്ത് കിട്ടും? 12.5 പ്ലസ് 12.5 മൈനസ് എക്സ് പ്ലസ് 12.5 മൈനസ് എക്സ് പ്ലസ് 12.5. 12.5 12.5 എന്ന് പറയുമ്പോൾ 50 12.5 പ്ലസ് 12.5 25, പിന്നെയും 12.5 പ്ലസ് 12.5 എന്ന് പറയുമ്പോൾ 25 പ്ലസ് 25 50 മൈനസ് 2x. രണ്ടാമത്തെ പെരിമീറ്റർ നോക്കി, പെരിമീറ്റർ P2 നോക്കി എന്ത് കിട്ടും? 2 സൈഡുകൾ എക്സ് വന്നു. സോ എക്സ് പ്ലസ് എക്സ്. ഇത് രണ്ടും ഓപ്പോസിറ്റ് സൈഡുകൾ 12.5. സോ 12.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 25 പ്ലസ് 2x എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ടോട്ടൽ പെരിമീറ്റർ എന്ന് പറയുന്ന P3 ഈസ് ഈക്വൽ ടു P1 പ്ലസ് P2 എന്ന് എഴുതാം. P1 പ്ലസ് P2 എന്ന് പറഞ്ഞാൽ 50 മൈനസ് 25 പ്ലസ് 25 മൈനസ് 25 ക്യാൻസൽ ആയി. സോറി, 2x ക്യാൻസൽ ആയിപ്പോയി. 50 25 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 75 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ എന്താ ചെയ്ത് 2 ചെറിയ റെക്ടാംഗിൾ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലെന്ത് അറിയത്തില്ലാത്തതുകൊണ്ട് ഒരെണ്ണത്തിന് എക്സ് ആയിട്ട് അസ്യൂം ചെയ്തു, മറ്റേതിനെ 12.5 മൈനസ് എക്സ് എന്ന് എഴുതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി? നമുക്ക് ഈ ലെന്ത് എന്ന് പറയുന്നത് നമ്മുടെ പുതിയ 2 റെക്ടാംഗിളുകളുടെ സം ഓഫ് ദി പെരിമീറ്റർ എന്ന് പറയുന്നത് 75 ആണെന്ന് കിട്ടി. ഉത്തരം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അതുപോലെ തന്നെ വീഡിയോ എല്ലാ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.